മലയാളികൾ വലിയ ഭാഗ്യവാന്മാരാണ്. കാരണം നമുക്കിവിടെ ഏട്ടനുണ്ട്, ഷേട്ടനുണ്ട്, പേട്ടനുണ്ട്, ജേട്ടനുണ്ട്, ഇക്കയുണ്ട്, ഇക്കച്ചിയുണ്ട്, അച്ചായനുണ്ട്. പക്ഷേ ലഹരിക്കെതിരെയുള്ള ഒരു ക്യാമ്പയിൻ എന്നൊക്കെ പറയുമ്പോൾ മിക്കവാറും വന്നിരുന്ന് ലഹരി ഉപയോഗിക്കുന്നത് ശരീരത്തിന് കേടാണ്, നിങ്ങളതൊക്കെ ഉപയോഗിക്കുന്നത് നിർത്തണം എന്ന് പറയുന്ന ഒരു ഡയലോഗോ അല്ലെങ്കിൽ നർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്ന് പറയുന്ന ഡയലോഗൊക്കെ പറഞ്ഞിട്ട് അവരവരുടെ കടമ തീർത്തിട്ട് പോവുകയാണ് ചെയ്യുക. സത്യത്തിൽ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ലഹരി ഉപയോഗം കുറയുകയോ നാടിന് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുകയോ ചെയ്യോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ എന്തുകൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത്? ഇത് സൂപ്പർ സാധനം, ഇത് കഴിച്ചാൽ 6 പാക്ക് വരും എന്ന് വിചാരിച്ചിട്ടല്ലല്ലോ. അവർക്കൊരു സന്തോഷം കിട്ടുന്നുണ്ട്, അവർക്ക് അതിൽ നിന്നൊരു ഫേക്ക് ആയിട്ടുള്ളതാണെങ്കിലും ഒരു ആത്മവിശ്വാസം കിട്ടുന്നുണ്ട്. ഈ പറയുന്ന എലമെന്റുകൾ ബ്രേക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇതിലും സുന്ദരമാണ് ജീവിതം, അല്ലെങ്കിൽ ഇതിലും ലഹരിയുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ കണ്ടെത്താനാകും എന്ന് പറയുന്ന ഒരു ഹോപ്പ് അവർക്ക് തന്നെ ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തെ അവർക്ക് പരിചയപ്പെടുത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി വേണമല്ലോ. കൂടാതെ ജീവിതത്തിൽ നിങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല സൗകര്യങ്ങളെയും സന്തോഷങ്ങളെയും ഈ ലഹരി ഉപയോഗം കാരണം നിങ്ങൾക്ക് നഷ്ടപ്പെടേണ്ടി വരും എന്ന് പറയുന്ന ഒരു റിയൽ സെനാരിയോയിൽ ചെന്ന് വിടുമ്പോൾ സ്വാഭാവികമായും അതിൽ നിന്ന് വിട്ടകന്ന് നിൽക്കാൻ കുറച്ച് ആളുകൾക്ക് ഫീൽ ചെയ്തു വരും. അത്തരത്തിലൊരു ധീരമായ തീരുമാനം തന്നെയാണ് ഒരു അഭിനേത്രി കഴിഞ്ഞ ദിവസം പരസ്യമായി പ്രഖ്യാപിച്ചത്. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായി നടി വിൻസി അലോഷ്യസ് അവരൊരു തീരുമാനം അങ്ങോട്ട് പറഞ്ഞു. ഇനി എൻ്റെ അറിവിൽ ലഹരി ഉപയോഗിക്കുന്ന ആരുമായും ചേർന്ന് ഒരു സിനിമ ചെയ്യില്ല എന്നുള്ളതാണ് ആ തീരുമാനം. അവർ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ലഹരി എന്ന് പറയുന്ന ടാഗിൽ അവർ ഉൾപ്പെടുത്തുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സിന്തറ്റിക് പരിപാടികൾ മാത്രമല്ല, മദ്യവും പുകവലിയും മുതൽ അങ്ങോട്ടുള്ള കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് ഇതൊരു ധീരമായ തീരുമാനമാവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ചിലപ്പോൾ തനിക്ക് വരാവുന്ന അവസരങ്ങൾ നഷ്ടപ്പെട്ടേക്കാം. പരാതിക്കാരിയാണ്, പ്രശ്നക്കാരിയാണ് എന്ന് മുദ്രകുത്തി പല ആളുകളെയും സിനിമയിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് മറ്റേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ, അനുബന്ധ ചർച്ചകൾ വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പല ആളുകളും കമൻറ്റ് ബോക്സിലൊക്കെ ചോദിക്കുന്നത്, ഇതൊക്കെ അന്ന് പരാതിപ്പെടേണ്ടതെന്ന് ചോദിക്കുമ്പോൾ, അന്ന് പരാതിപ്പെട്ട് കഴിഞ്ഞാൽ ഇന്ന് പറയാനുള്ളൊരു സ്പേസിലേക്ക് വളരുകയോ അവസരങ്ങൾ കിട്ടുകയില്ല. ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ബാത്റൂമിൽ പോകാൻ പറ്റാതെ അത് പിടിച്ചു വെച്ച് ഇമോഷണലി അഭിനയിക്കേണ്ടി വന്നിട്ട് അതിൻ്റെ പരാതി പറഞ്ഞാൽ ഇവരെ തൊട്ടാലും പിടിച്ചാലും ഒക്കെ പരാതിയാണല്ലോ എന്ന് പറയുന്ന സിനിമാക്കാരുള്ള നാടാണത്. 2, നമ്മൾ ഈ പറഞ്ഞ ഈ നടി നടത്തിയ പ്രസ്താവന ഉണ്ടല്ലോ, ഇത് മലയാളത്തിലെ എത്ര താരങ്ങൾ പറയും എന്നെനിക്കറിയില്ല. ഇപ്പം നാട് നീളെ ഒരുപാട് ആളുകളുടെ കണ്ണിലുണ്ണിയായി മാറിയിരിക്കുകയാണ് സുരേഷ് ഗോപി. അദ്ദേഹം ഒരു കേന്ദ്ര സഹമന്ത്രി കൂടിയാണ്. അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഇങ്ങനെ പ്രഖ്യാപിക്കാൻ പറ്റുന്നില്ല? ഞാൻ ഭാഗമാവുന്ന സിനിമയിൽ സിനിമാ സെറ്റുകളിൽ ലഹരി ഉപയോഗം ഒരു തരത്തിലും ഉണ്ടാവില്ല എന്ന് ഞാൻ ഉറപ്പുവരുത്തും എന്നാൽ അദ്ദേഹം അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി വെറൊരു നടനല്ലല്ലോ. പോട്ടെ, എന്തുകൊണ്ട് മോഹൻലാലിന് പറഞ്ഞുകൂടാ? എന്തുകൊണ്ട് മമ്മൂട്ടിക്ക് പറഞ്ഞുകൂടാ? നേരത്തെ നമ്മൾ പറഞ്ഞ ടൺ ലിസ്റ്റിൽ വരുന്ന ആർക്കും എന്താണ് പറയാൻ പറ്റാത്തത്? താരനിരയിൽ വളരെ ഹോൾഡുള്ള ഒരുപാട് ഇൻഫ്ലുവൻസ് ഉള്ള ആളുകൾ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാവില്ലേ? പക്ഷെ എന്താ ചെയ്യുക, അങ്ങനെ ഒരു തീരുമാനം ആരും എടുക്കാനുള്ള. എന്തായാലും വിൻസി അലോഷ്യസ് ഈ തീരുമാനം പ്രഖ്യാപിച്ചതിന് ശേഷം പലതരം കമൻറ്റ് ബോക്സുകളിലായി പലതരം ആക്രമണങ്ങൾ അവർ നേരിടുകയായിരുന്നു. അതിനെ തുടർന്ന് അവരൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ എക്സ്പ്ലനേഷൻ വീഡിയോ മുഴുവനായിട്ട് ഞാൻ വീഡിയോയുടെ അവസാനം പ്ലേ ചെയ്യുന്നുണ്ട്. അത് ഒരുപാട് ആളുകൾ കണ്ടതാണ്, ഒരുപാട് ന്യൂസ് മീഡിയാസും കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ ഞാൻ പറയുന്നത്, നിങ്ങൾ ആ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോയുടെ അവസാനം ഞാനത് എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. അവരുടെ പെർമിഷൻ ചോദിച്ചിട്ടാണ്. നിങ്ങളത് മുഴുവനായി കാണണം. ഇനി ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പലതരത്തിലുള്ള കമൻറ്റ്സ് വരുമല്ലോ. അതിൽ ചില കമൻറ്റുകളെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഒരു സ്ത്രീ ഉൾപ്പെടുന്ന പരാതിയാണെങ്കിൽ, പരാതിക്കാരി ഒരു സ്ത്രീ ആവുകയോ അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് ഒരു സ്ത്രീ വരികയോ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായി കമൻറ്റ് ബോക്സിൽ വരുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. ആരാണവൻ, ആരാണവൾ, പേര് വെളിപ്പെടുത്തണം എന്നുള്ളതാണ് ഇവരുടെ പ്രധാന ആവശ്യം. പേര് വെളിപ്പെടുത്തിയിട്ട് നീയാണല്ലോ കോടതി എന്ന് പറയുന്ന പോലത്തെ ഒരു ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നമ്മൾ ഈ പേര് വെളിപ്പെടുത്താൻ വേണ്ടി കമൻറ്റ് ബോക്സിൽ ബഹളം വെക്കുന്ന ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് പേരറിഞ്ഞിട്ട് വേണം ജഡ്ജ് ചെയ്യാൻ എന്നുള്ളതാണ്. അവർക്ക് പ്രിയപ്പെട്ട ഒരാളാണ് പ്രതിസ്ഥാനത്തുള്ളതെങ്കിൽ അയാളെ ന്യായീകരിച്ചുകൊണ്ട് കമൻ്റ് ഇടുക, തെറി വിളിക്കുക. ഇനി അവർക്ക് സ്നേഹമുള്ള ഒരാളാണ് ഈ ഇരയാക്കപ്പെട്ട സ്ഥാനത്ത് നിൽക്കുന്നതെങ്കിൽ അവർക്ക് നീതി വേണം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റേ ആളെ കുറ്റം പറഞ്ഞ് 10-40 പോസ്റ്റ് ഇടുക, കമൻ്റ് ഇടുക, തെറി വിളിക്കുക. അതായത് ഒരാളെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പേര് ചോദിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും പേരന്വേഷിച്ചിറങ്ങുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം കൂടിയുണ്ട്. ഒരു സിനിമാ നടനും നടിയൊക്കെ ആണല്ലോ, അപ്പോൾ കുറച്ച് ഫാൻറ്റസി ചിന്തകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, ഇങ്ങനെയുള്ള പരാതികൾ ഉണ്ടാകുന്ന സമയത്ത് ആ നടനും ഈ നടിയും എന്ന് വെച്ചിട്ട് ആലോചിച്ച് കഥകളുണ്ടാക്കി അതൊക്കെ പോസ്റ്റ് ചെയ്തിരുന്ന പ്രൊഫൈലുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ കണ്ടു കാണായ പോൺ മൂവീസും പഴയ കഥകളും ഒക്കെ വായിച്ച് ശീലിച്ചിട്ട് ഇങ്ങനെ ഓരോ ഇമേജ് വെച്ച് ഫാൻറ്റസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പേരന്വേഷിച്ചിറങ്ങുന്ന ആളുകളുണ്ട്. ആരടാ എന്ന് ചോദിക്കും. ആ ചോദ്യത്തിൻ്റെ മോഡുലേഷനിൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇനി ഇല്ലെങ്കിൽ സ്ത്രീ പരാതിക്കാരിയും ഒരു പുരുഷൻ വില്ലനാവുകയും ചെയ്യുന്ന സമയത്ത് ആരാണവൻ എന്നുള്ള ചോദ്യം ചോദിക്കുകയും ക്ലിപ്പ് ഇറങ്ങിയിട്ടുണ്ടോ എന്ന് മറുചോദ്യം ചോദിക്കുകയും ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ പരിചയത്തിൽ തന്നെ ചിലപ്പോൾ കാണും. മൂന്നാമത്തെ കാര്യം, ഈ പേര് കിട്ടിയിട്ട്
ആ പേരുള്ള ആളെ എങ്ങനെയെങ്കിലുമൊക്കെ തെറി വിളിച്ച് ബഹളം വെച്ച് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കാര്യപ്പെട്ട മാറ്റങ്ങളൊന്നും സമൂഹത്തിൽ ഉണ്ടാകത്തക്ക രീതിയിലുള്ള കമൻറ്റുകളോ പോസ്റ്റുകളോ ഷെയറുകളോ ഒന്നും ഉണ്ടാവാറില്ല. പക്ഷേ ഒരാളെ അങ്ങോട്ട് തെറി വിളിക്കുക, കുറച്ച് പബ്ലിസിറ്റി ഉള്ള, കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ഇങ്ങനെ ഒരു പരാതി ഉണ്ടാകുന്ന സമയത്ത് പരാതി വ്യാജമാണോ ഇല്ലയോ എന്നെങ്കിലും നമ്മൾ തിരിച്ചറിഞ്ഞു വേണം നമ്മൾ തെറി വിളിക്കാൻ ഇറങ്ങാൻ. ചർച്ചകൾ ഉണ്ടാവണം, ചർച്ചകൾ എല്ലാ കാലത്തും ഉണ്ടാവണം, കാര്യമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരം ഉണ്ടാകുന്ന ചർച്ചകൾ ഉണ്ടാവണം. പക്ഷേ തെറിവിളികൾ കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. പക്ഷേ കുറച്ച് ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ ഒന്നുമാകാൻ പറ്റാത്ത, ആരാലും ശ്രദ്ധിക്കപ്പെടാതെയൊക്കെ പോകുന്ന തൻ്റെ ജീവിതത്തിൻ്റെ ഒരു 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 തോൽവി സ്ഥിതിയെക്കുറിച്ചൊരു ധാരണ ഉണ്ടാകും. ശരിക്കും അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. പോപ്പുലർ ആയിരിക്കുക, സിനിമക്കാരനായിരിക്കുക, പണക്കാരനായിരിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ഒന്നുമല്ല. നമ്മൾ സന്തോഷത്തോടെയാണോ ജീവിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവർ സന്തോഷത്തിലല്ല ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാളെ തെറി വിളിക്കാൻ കിട്ടി, പോകുക, തെറി വിളിക്കുക, പോരുക. ഇതല്ലാതെ വേറെ യാതൊരു ലക്ഷ്യമില്ല. ഞാനൊക്കെ ചില വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് വീഡിയോ പോസ്റ്റ് ചെയ്ത് വിത്തിൻ സെക്കൻഡ്സ് ആണ് പറയുന്നത്. അതായത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തന്നെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് റിഫ്രഷ് ചെയ്യുമ്പോൾ തന്നെ 4-5 ഡിസ്ലൈക്ക് വന്നിട്ടുണ്ടാവും. ലൈക്ക് പിന്നീടാണ് വന്നു തുടങ്ങുക, ഡിസ്ലൈക്ക് വന്നിട്ടുണ്ടാവും. വീഡിയോ കാണുന്നില്ല, ഒന്നുമില്ല, ഡിസ്ലൈക്ക് ഉണ്ടാവും. ഇഷ്ടമല്ലേ നിങ്ങൾക്ക് കളഞ്ഞിട്ട് പോയാൽ പോരെ? ഇല്ല, അത് ഞാൻ എപ്പോഴും ഇവിടെ വന്ന് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും. കാരണം എൻ്റെ വീഡിയോസ് പബ്ലിഷ് ആവാൻ വേണ്ടി ഏറ്റവും അധികം കാത്തിരിക്കുന്നത് ഈ ഡിസ്ലൈക്ക് അടിക്കുന്ന ആളുകളാണ്. ആ ഡിസ്ലൈക്ക് അടിക്കുന്നവരൊന്നും ജീവിതത്തിൽ തോൽവികളാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവരുടെ ജീവിതത്തിലെ വലിയൊരു സമയം അവർ മാറ്റി വെക്കുന്നത് എന്നെയും വേറെ ഒരുപാട് ആളുകളെയും തെറി വിളിക്കാനും ചീത്ത വിളിക്കാനും അതിൽ നിന്ന് ആനന്ദം കണ്ടെത്താനുമാണ്. 4-മത്തെ കാര്യം, ഇങ്ങനെ തെറി വിളിച്ച ശേഷം ആരാണവൾ, ആരാണവൻ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കമൻറ്റൊക്കെ ഇടുന്ന സമയത്ത് കുറേ ലൈക്കും റിയാക്ഷനൊക്കെ വരും. അത് കാണുമ്പോൾ ഒരു കോരിത്തെരിപ്പുണ്ടാവും. ഇതിനുവേണ്ടി മാത്രം കമൻറ്റ് ഇടുന്ന ആളുകളുണ്ട്. ചില ആളുകളുടെ കമൻറ്റുകൾ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. ഇപ്പോൾ വിൻസി അലോഷ്യസിൻ്റെ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചർച്ച ഉണ്ടായപ്പോൾ, ഒരു ന്യൂസ് ഉണ്ടായപ്പോൾ അതിൻ്റെ താഴെ ആവർത്തിച്ച് വന്നൊരു പ്രൊഫൈൽ ആയതുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറയുന്നത്. ഗീത എൻ എന്നാണ് അവരുടെ, ഗീത കെ എന്നാണ് അവരുടെ പ്രൊഫൈൽ നെയിം. ലോക്ക്ഡ് പ്രൊഫൈലാണ്, നല്ല പ്രായമുള്ള ഒരാളാണെന്നുള്ളതാണ് അവരുടെ പോസ്റ്റ് ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. കമൻറ്റ് ഇങ്ങനെയാണ്: ഈ പെമ്പിള്ളേരൊക്കെ എന്നാണോ നന്നാകുന്നത്? ഇവർ ഒരിക്കലും നന്നാവുന്ന ലക്ഷണവും ഇല്ലല്ലോ. ദൈവമേ, എന്നെ അവൻ പിടിച്ചു, ഇവൻ കയറി പിടിച്ചു എന്ന് പറയാനും കേൾക്കാനും തുടങ്ങിയിട്ട് കുറേ നാളായി. എന്നാണോ ഇതിനൊരു അവസാനം? ആരും തൊടുകയുമില്ല, ആരും നോക്കുകയില്ല, മര്യാദയ്ക്ക് ഡ്രസ്സ് ചെയ്യുക. ഈ അരമുഴം തുണി എന്നുള്ളത് 2 മീറ്റർ തുണിയിലെങ്കിലും ഡ്രസ്സ് ചെയ്യുക. ഇന്നലെ ഒരു മാലാക കുഞ്ഞ് ഡ്രസ്സ് ചെയ്ത് പൊതുവേദിയിൽ ഇരിക്കുന്നതും കണ്ട് നഗ്നത മറക്കാൻ പാടുപെടുന്ന ഒരു മഹത്തിമിനി എന്തൊക്കെയോ ഇവർ എഴുതി പോവുകയാണ്. ഇതുപോലെ തന്നെ ഇവരുടെ മറ്റു വാർത്തകളുടെ കീഴിലും ഇതേ പ്രൊഫൈലിൽ നിന്ന് തന്നെ കമൻസ് വന്നിട്ടുണ്ട്. ഒരു സിനിമാ നടിയാണ് പരാതി പറയുന്നത്, അപ്പോൾ അവർ തുണി കൊടുക്കാത്തതാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ഈ കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിലെ സൈക്കോളജി എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. പിന്നെ ഇത്തരം ചില ഇൻ്റർവ്യൂസ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടയ്ക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ റീലായിട്ടൊക്കെ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ആളുകൾ, അവരുടെ പോപ്പുലാരിറ്റി എന്താണെന്ന് ചിലപ്പോൾ എനിക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. ഇവരാരായിരിക്കും എന്ന് ഞാനും ആലോചിക്കാറുണ്ട്. കാര്യം അങ്ങനെ പോപ്പുലറായ പല രീതിയിൽ പല യൂണിവേഴ്സുകളുണ്ട്. ഇപ്പോൾ ഗെയിമിംഗ് യൂണിവേഴ്സിൽ വളരെ പോപ്പുലറായി നിൽക്കുന്ന പല ആളുകളെയും എനിക്ക് കണ്ടാൽ മനസ്സിലാവില്ല. ന്യൂസും കാര്യങ്ങളും ഒന്നും അധികം ശ്രദ്ധിക്കാത്ത ഒരാൾക്ക് ആ മേഖലയിൽ പലതരം പോസ്റ്റുകളും വീഡിയോസൊക്കെ കണ്ടന്റൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആളെ ചിലപ്പോൾ കണ്ടാൽ മനസ്സിലാവില്ല. അപ്പോൾ വളരെ പോപ്പുലറായ ഒരുപാട് എക്സ്പ്ലനേഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകൾ യൂട്യൂബിലുണ്ട്. അവരെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വേറൊരു സെറ്റ് ആളുകൾ ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയ അങ്ങനെയാണ്. നമുക്ക് എന്താണോ ആവശ്യമുള്ളതെന്ന് അവർ മനസ്സിലാക്കും. നമ്മുടെ ഫോണൊക്കെ നോക്കി അവർ മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള, നമ്മൾ എൻഗേജ് ആവുന്ന കണ്ടന്റ് മാത്രമേ നമുക്ക് കാണിച്ചു തരുള്ളൂ. അപ്പോൾ പല ആളുകളുടെയും ഇൻ്റർവ്യൂ ബൈറ്റുകളൊക്കെ ഇങ്ങനെ റീൽസ് ആയിട്ട് വരുമ്പോൾ ഞാനും ആലോചിച്ചിട്ടുണ്ട് ഇവരൊക്കെ ആരായിരിക്കും. ചിലപ്പോൾ അന്വേഷിച്ച് പോകാറുണ്ട് ഇവർ ഏത് മേഖലയിലാണ് പ്രശസ്തരായിട്ടുള്ളതെന്ന്. പക്ഷേ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് ഇവരൊക്കെ ആരായിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കമൻറ്റ്സ് ചെക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ താഴെ വരുന്ന ബഹുഭൂരിപക്ഷം കമൻറ്റുകളും അതിന് നീ ഏതാടി ഡാഷ്, അതിന് നീ ഏതാടാ ഡാഷ്, ഇങ്ങനെ ഡാഷ് കൂട്ടി വിളിച്ച് നീ ഏതാ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇവരുടെയൊക്കെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് സ്വന്തം വീട്ടിൽ നിന്ന് ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയി തട്ടിക്കളഞ്ഞ് അജ്ഞാത മൃതദേഹം കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞ് പത്രത്തിൽ ഫോട്ടോ വന്നാൽ സ്വന്തം തന്തയും തള്ളയും പോലും തിരിച്ചറിയാൻ പാടില്ലാത്ത അത്രയും വേലയും കൂലി ഇല്ലാത്ത ആളുകൾക്ക് വേറൊരാൾ പോപ്പുലർ ആണെന്നും അയാളുടെ ഇൻ്റർവ്യൂ ആരോ എടുക്കുന്നുണ്ട് എന്നൊക്കെ അറിയുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഉള്ളിൽ നിന്ന് വരുന്ന ആന്തരികമായ ഒരു ചൊറിച്ചിലാണത്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഡാൻസ് ചെയ്ത് റീൽസ് ഇട്ട് പോപ്പുലർ ആവുന്ന ഒരു പെൺകുട്ടി, നിങ്ങൾ ചിലപ്പോൾ ആ കുട്ടിയെ കണ്ടിട്ടേ ഉണ്ടാവില്ല. ആ കുട്ടിയോട് എന്തോ ഒരു ചോദ്യം ചോദിച്ചു, ആ കുട്ടി അവളുടേതായിട്ടുള്ളൊരു നിലപാട് വ്യക്തമാക്കി. പലപ്പോഴും ഇൻ്റർവ്യൂസിൽ ഇതുപോലെ പല ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോഴും അവർ പറയുന്നത് അവരുടെ നിലപാടാണ്. അത് ചിലപ്പോൾ സമയത്തിനനുസരിച്ച് മാറിയെന്ന് വരെ ഇരിക്കാം. ചിലപ്പോൾ ഒരു 10 കൊല്ലം മുമ്പ്, 10 കൊല്ലമൊന്നും പോകണ്ട, ഒരു 2 കൊല്ലം മുമ്പ് അവരിട്ടിട്ടുള്ള ഒരു റീലിൽ അവർ പെർഫോം ചെയ്തിട്ടുള്ള അതേ കാര്യത്തിനെ അവർ ചിലപ്പോൾ ഇന്ന് എതിർക്കുന്നുണ്ടാവും. അന്നില്ലാതിരുന്ന ഒരു ബോധോദയം അവർക്ക് ഇന്ന് വന്നതുകൊണ്ടാവാം. അതിനെക്കുറിച്ചൊരു ചോദ്യം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ അവരും വിൻസി പറഞ്ഞതുപോലെ ഒരു നിലപാടെടുക്കുന്നുണ്ടാവും. ഒന്ന്, അത് കേൾക്കുമ്പോൾ ചൊറിയും. വേറൊരാൾ സ്ട്രോങ് ആയിരുന്ന ഒരു നിലപാട് പറയുന്നതും അത് ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യപ്പെട്ട് കുറേ ആളുകൾക്ക് കാണാൻ പാകത്തിന് ഇൻ്റർവ്യൂ ചെയ്യപ്പെടുന്നതൊക്കെ കാണുമ്പോൾ സഹിക്കൂല ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന്. ഈ സിമിലർ ഒരു ഡയലോഗ് ഒരു സിനിമയിൽ ഹിറ്റായിട്ടുള്ളത് ലാലോ ലക്സ് പറഞ്ഞതുണ്ട്. അതും കൂടി ചേർത്തിട്ടാണ് ഈ തെറിവാക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പല ആളുകളും കമൻറ്റ് ചെയ്യാറുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട കമൻറ്റോളി, ഈ കമൻറ്റ് ഇടാൻ നീ ആരാ, നീ ഏതാ? ഒരാളുണ്ടല്ലോ,
അയാൾ ഗൂഗിളബിൾ ആവുക എന്ന് പറയുന്നത് ഒരു അച്ചീവ്മെൻ്റ് ആണ്. നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ജസ്റ്റ് ഗൂഗിൾ സെർച്ച് എടുക്കുക, അല്ലെങ്കിൽ യൂട്യൂബ് എടുക്കുക, നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ആദ്യം വരുന്ന ഒരു 10 പേരിലെങ്കിലും നിങ്ങളുടെ പ്രൊഫൈലുണ്ടോ എന്നൊന്ന് നോക്കുക. അതായത് ഈ ലോകത്ത് എവിടെയെങ്കിലും ഇരുന്ന് പോട്ടെ, നിങ്ങളുടെ സ്വന്തം വീട്ടിലിരുന്ന് നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് പോലും നിങ്ങളെ കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥയിലാണ് നിങ്ങൾ സോഷ്യൽ മീഡിയ യുഗത്തിൽ ജീവിക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, ഇത് അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ദുരിതമാണ് എന്നൊന്നുമല്ല. പക്ഷെ നിങ്ങൾ ഒരാളെ തെറി വിളിക്കുന്നത് അയാളുടെ ഈ അച്ചീവ്മെൻറ്റിൻ്റെ പുറത്താണ്. അയാൾ ആ ലെവലിലേക്ക് വളരുന്നത് ഒരുപാട് വർഷത്തെ പ്രയത്നം കൊണ്ടാണ്. ഇപ്പോൾ ഡാൻസ് റീൽ ചെയ്ത് അല്ലെങ്കിൽ ചുമ്മാ ഒരു ക്യാമറ ഓണാക്കി വെച്ച് മുഖം കൊണ്ട് എന്തെങ്കിലും എക്സ്പ്രഷനൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അവരെത്രയോ വർഷങ്ങളായി അത് ചെയ്താണ് ആ ഒരു പോപ്പുലാരിറ്റിയിലേക്ക് എത്തിയിട്ടുള്ളത്. അവർ ഗൂഗിളബിൾ ആയിട്ടുള്ളത് അവരുടെ എഫേർട്ട് കൊണ്ടാണ്. ആ എഫേർട്ടിൻ്റെ ഭാഗമായിട്ടാണ് അവർക്ക് എന്താണ് പറയാനുള്ളത് എന്നറിയാൻ അവരുടെ ഇൻ്റർവ്യൂ എടുക്കാൻ ആൾക്കാർ പോകുന്നത്. ഇപ്പോൾ പല സോഷ്യൽ മീഡിയ ഇൻ്റർവ്യൂസ് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, ആ ഇൻ്റർവ്യൂ എടുക്കുന്ന ചാനലിന് പബ്ലിസിറ്റി വേണം, ആ ചാനലിന് കണ്ടൻറ്റ് വേണം, റീച്ച് കിട്ടുന്ന കണ്ടൻറ്റ്. അപ്പോൾ അതിനെന്താ ചെയ്യാൻ പറ്റുക? പോപ്പുലർ ആയിട്ടുള്ള ആളുകളുടെയൊക്കെ പോയി ഇൻ്റർവ്യൂസ് എടുക്കുക. ഇൻ്റർവ്യൂസൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ. അവർ ജീവിതത്തിൽ കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊന്നല്ല ചോദിക്കുക. സോഷ്യൽ മീഡിയയിൽ അവർ ഭയങ്കര പോപ്പുലറാണ്, അല്ലെങ്കിൽ അവർക്കൊരു സെറ്റ് ഓഫ് ഫോളോവേഴ്സ് ഉണ്ട്, അവരുടെ ഇൻ്റർവ്യൂ എടുക്കുന്നു, ആ ഇൻ്റർവ്യൂ ചാനലിലിടുന്നു, ഈ ചാനലിന് അതുവഴി റീച്ച് കിട്ടുന്നു. പിന്നെ ഇത്തരം ചോദ്യങ്ങളുടെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൈക്കോളജി ഒരാളെ ക്യാൻസൽ ചെയ്ത് കളയുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ആനന്ദം കിട്ടും. അതായത് സ്വന്തം വീട്ടിലൊരു അഭിപ്രായം പറയുന്ന സമയത്ത് അത് കേൾക്കാൻ ആരുമില്ല. കൂട്ടുകാരുടെ ഇടയിൽ ഒരു ഒപ്പീനിയൻ പറയുന്ന സമയത്ത് ഇവിടെ ഒന്ന് പോടെ എന്ന് പറയുന്ന മറുപടി ആയിരിക്കും സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്നത്. ജോലി സ്ഥലത്തും ഒരു വിലയില്ല. അങ്ങനെ ജീവിതത്തിൽ എവിടെയും എനിക്കൊരു വില കിട്ടുന്നില്ലേ എന്ന് കോൺസ്റ്റൻ്റ്ലി സംശയിച്ചുകൊണ്ടിരുന്ന ആൾ സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോൾ അവൻ്റെ ഒപ്പീനിയൻ അവളുടെ ഒപ്പീനിയന് വിലയുണ്ടല്ലേ, അതിന് നീ ഏതാടി എന്ന് ചോദിക്കുന്ന ഒരു കമൻറ്റ് ഇട്ട് കഴിയുമ്പോൾ ഒരു സുഖം, ഒരു മനസ്സുഖം. സത്യം പറഞ്ഞാൽ ആ കമൻറ്റ് ഇടുന്നതിൻ്റെ 10 സമയം പോലും വേണ്ട, ഒരു ഫോൺ എടുത്ത് തൊട്ടടുത്തുള്ള മെൻ്റൽ ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് വിളിച്ചിട്ട് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ. നിങ്ങൾ ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന മാനസികാവസ്ഥ നിങ്ങളുടെ ഒരു തോന്നലാണെന്ന് ഞാൻ ഈ പറയുന്ന, നിങ്ങളൊരു കാര്യം പറയുമ്പോൾ ആരും അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അത് ആക്ച്വലി നിങ്ങളുടെ തോന്നലാണ്. അതിൻ്റെ കാരണം ചിലപ്പോൾ നിങ്ങൾ അഭിപ്രായം പറയേണ്ട സ്ഥലത്തായിരിക്കില്ല അഭിപ്രായം പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തിന് വിലയുള്ളൊരു സ്ഥലം നിങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നൊരു അർത്ഥം കൂടി അതിനുണ്ട്. അത് ചിലപ്പോൾ ഈ മെൻ്റൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് പറഞ്ഞു തരാൻ പറ്റിയെന്നിരിക്കും. നിങ്ങൾക്ക് അതാണ് ആവശ്യം. പക്ഷേ കമൻറ്റ് ഇടുക എന്ന് പറയുന്നത് കുറച്ചും കൂടി എളുപ്പമുള്ള പരിപാടി ആയതുകൊണ്ട് അതിൽ നിന്നൊരു സന്തോഷം കണ്ടെത്തിയിട്ട് അങ്ങനെ ഇരിക്കുക. പിറ്റേ ദിവസവും ഫ്രസ്ട്രേഷൻ വരും, പിന്നെയും കമൻറ്റ് ഇടും. വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനും ആ സ്റ്റേജിൽ നിന്നിട്ടുണ്ട്. നമ്മൾ പറയുന്ന അഭിപ്രായങ്ങളൊന്നും കേൾക്കാൻ ആരുമില്ലേ, നമുക്ക് നമ്മുടെ പറച്ചിലിനൊന്നും ഒരു വാല്യൂ ഇല്ലേ, പണിയെടുക്കുക, തിരിച്ചറിയാൻ നോക്കുക. നമ്മൾ ഏത് കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴാണ് ആളുകൾ കേൾക്കാൻ കൂടുതൽ തയ്യാറാവുന്നത്. നമ്മൾ എന്ത് കാര്യമാണ് ഏറ്റവും നന്നായി ഡെലിവർ ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ സംസാരിക്കുകയോ കമൻറ്റ് ഇടുകയോ ഒന്നും അല്ലായിരിക്കും വേണ്ടത്. ഒരു കല്ല് കൊത്തി നല്ല ശില്പം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളെ തേടി വരും ഇൻ്റർവ്യൂ എടുക്കാനുള്ള ആളുകൾ. പക്ഷേ സ്വന്തം കഴിവ് എവിടെയാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി എക്സ്ട്രാ ഒരു എഫേർട്ട്, ഒരു സ്റ്റെപ്പ് പോലും എടുത്തു വെക്കാൻ മടിയുള്ള ഒരു കമൻറ്റോളി എല്ലാ കാലത്തും കമൻറ്റോളി മാത്രമായി തുടരും, അങ്ങനെ തന്നെ ഒടുങ്ങും. ജയിക്കാൻ ഒരു താല്പര്യവും ഇല്ലാത്ത, കാരണം ജയിക്കണമെങ്കിൽ ഒരുപാട് പുതിയ കാര്യങ്ങളെ നേരിടേണ്ടി വരും. അങ്ങനെ ഒന്നിനെയും നേരിടാൻ ഉൾക്കരുത്തില്ലാത്ത വെറും ഒരു കോമാളിയുടെ പതനമാണത്. ഇനി വിൻസി അലോഷ്യസ് ചെയ്ത എക്സ്പ്ലനേഷൻ വീഡിയോയ്ക്കകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ കേരളത്തിലെ തന്നെ 3 പ്രധാനപ്പെട്ട വകുപ്പുകൾ ഇടപെടേണ്ട ഒരു സിറ്റുവേഷനുണ്ട്. അതായത് ഒരു തൊഴിലിടത്ത് ഒരു തൊഴിലാളിക്ക്, പെൺകുട്ടി ആൺകുട്ടി അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ലാതെ ഞാൻ പറയുകയാണ്, ഒരു തൊഴിലിടത്ത് ഒരു തൊഴിലാളിക്ക് സ്വന്തം ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം, സ്വന്തം അഭിമാനത്തിന് ക്ഷതമേൽക്കാതെ ജോലി ചെയ്യാനുള്ള സാഹചര്യം നിഷേധിക്കപ്പെട്ടു. എങ്ങനെ? ഒരാൾ അയാളുടെ തൊഴിലിടത്ത് ലഹരി മരുന്ന് ഉപയോഗിക്കുകയും സ്ത്രീകളോട് മോശമായി പെരുമാറുകയും ചെയ്യുന്നത് വഴി സ്വന്തം തൊഴിലിടത്ത് ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യാനുള്ളൊരു തൊഴിലാളിയുടെ തൊഴിലവകാശം ലംഘിക്കപ്പെട്ടു. സിനിമ എന്ന് പറയുന്ന ഒരു തൊഴിലിടമാണ്. ബാക്കി ആനുകൂല്യം മുഴുവൻ വേണം, ടാക്സ് അളവ് എല്ലാം വേണം. പക്ഷേ ഈ തൊഴിലാളിയുടെ സംരക്ഷണമൊന്നും നമ്മുടെ ഉത്തരവാദിത്തമല്ല എന്ന് ചിന്തിക്കുകയാണോ ഫെഫ്ക എന്ന് പോലും എനിക്ക് സംശയം തോന്നിപ്പോയി. ഇന്ന് ഈ നിമിഷം വരെയും അവരൊരു ഒഫീഷ്യൽ പോസ്റ്റ് ഇടുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ വിൻസി അലോഷ്യസ് ഫെഫ്കയിലെ മെമ്പറാണോ ഇല്ലയൊന്നും എനിക്കറിയില്ല. പക്ഷേ സിനിമ എന്ന് പറയുന്ന തൊഴിലിടത്തെ തൊഴിലാളികളുടെ അവകാശത്തെ എന്തൊക്കെയോ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മീറ്റിംഗ് ഒക്കെ വിളിച്ച് കണ്ടിട്ടുള്ളതാണ് ഫെഫ്ക. പക്ഷേ ഈ ഒരു കാര്യത്തിൽ എന്ത് നടപടിയെടുത്തു? ഒരു സ്ത്രീ തൊഴിലാളിക്ക് അവരുടെ തൊഴിലെടുത്ത് മാന്യമായി ജോലി ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിനെ മറ്റൊരാൾ ഹനിച്ചു. അയാൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ അവരും തുറന്നു പറയുന്നില്ല. അയാളെ ഇപ്പോൾ പെട്ടെന്ന് തൂക്കിക്കൊന്നിട്ട് വലിയ കാര്യമില്ല. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? ഇനി അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവാതെ നോക്കണം. അതിനുവേണ്ടി ഫെഫ്ക കടുത്ത ഒരു നിലപാടെടുക്കുകയാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് വരാൻ അവർക്ക് എന്താണ് പറ്റാത്തത്? AMMA എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ടല്ലോ, അവരെന്ത് നടപടിയാണ് ഈ കാര്യത്തിൽ കൈക്കൊണ്ടിട്ടുള്ളത്? അവരുടെ തന്നെ മെമ്പറായിട്ടുള്ള ഒരു നടനായിരിക്കുമല്ലോ ഇത്തരം ഒരു കാര്യം ചെയ്തിട്ടുണ്ടാവുക. അയാളെ തന്നെ ശിക്ഷിക്കണം എന്നല്ല പറയുന്നത്. അത്തരം സാഹചര്യങ്ങൾ ഇനി ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്താൻ ഇവരെന്ത് ചെയ്തു? കേരളത്തിനൊരു തൊഴിൽ മന്ത്രിയുണ്ട്, കേരളത്തിനൊരു സിനിമാ മന്ത്രിയുണ്ട്,
ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പേര് കൂടുതൽ കേട്ടത്. പിന്നെ ഈ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ കൂടി എന്തെങ്കിലും ഒരു കടുത്ത നിലപാടുമായി മുന്നോട്ട് വന്ന അദ്ദേഹത്തിൻ്റെ പേരൊന്ന് കേട്ടിരുന്നെങ്കിൽ എന്നെനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അതുപോലെ കേരളത്തിനൊരു വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രിയുണ്ട്, വനിതാ കമ്മീഷനുണ്ട്. ഈ പറയുന്ന ഒരു ഏജൻസിക്കും ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ല. ഞാൻ പറയുന്നത് വിൻസിയുടെ രേഖാമൂലമുള്ള പരാതി കിട്ടിയതിന് ശേഷം ആളെ കണ്ടുപിടിച്ച് ശിക്ഷിച്ച് അതല്ല ഇവിടുത്തെ പരിഹാരം എന്ന് പറയുന്നത്. ഒരു തൊഴിലാളിക്ക് തൊഴിലെടുത്ത് പുലർത്താൻ പാടില്ലാത്ത രീതികളുമായി പോകുന്ന ആളോടൊപ്പം ജോലി ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ തൊഴിലിടം സുരക്ഷിതമാക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം ഈ പറയുന്ന വകുപ്പുകൾക്കില്ലേ? ഞാൻ പറയുന്നത് വിൻസി അലോഷ്യസിനെ നിങ്ങളൊരു വലിയ നടിയായിട്ട്, ഇപ്പോൾ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം സ്വന്തമാക്കിയിട്ടുള്ള അഭിനേത്രി എന്ന് പറയുമ്പോൾ അവർ പറയുന്നതിന് ഈ പുരസ്കാരം കൊടുത്ത് അവരെ ആദരിച്ച ഗവൺമെൻറ് കേൾക്കാൻ ഒരല്പമെങ്കിലും സമയം കാണിക്കണം. പോട്ടെ, അതൊക്കെ മായ്ച്ചോളാം. അവരൊരു സിനിമാക്കാരിയാണ്, ഒരു നടിയാണ്, സ്ത്രീയാണ്, ഇതെല്ലാം വിട്ടുകളയും. ഒരു തൊഴിലാളിയാണ് പറയുന്നത്, എൻ്റെ തൊഴിലിടത്ത് എനിക്ക് മാന്യമായി ജോലി ചെയ്യാനുള്ള അവസരം നിഷേധിച്ചു. അപ്പോൾ അത് ചോദ്യം ചെയ്യണ്ടേ? അത് അന്വേഷിക്കണ്ടേ? ഒരു നടൻ ഫോണിൽ വിളിച്ച് പരാതി വേഗം സെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിലൊരു വ്ളോഗറെ പിടിച്ച് ജയിലിലിട്ട് അയാൾ അഴി എണ്ണിക്കൊണ്ട് നിൽക്കുന്ന ഫോട്ടോ പബ്ലിക്കാക്കി. ഈ പറയുന്നതെല്ലാം പൂർണ്ണമായും നിരുത്തരവാദപരമായ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ നാളെ ഞാൻ അഴിക്കുള്ളിൽ കിടക്കുന്ന ഫോട്ടോ ഒരാൾ പബ്ലിക്കാക്കാൻ പാടില്ല. അതെൻ്റെ പ്രൈവസിയാണ്. അവരെന്നെ പ്രതിയായി അല്ലെങ്കിൽ എന്നെ ഒരു കുറ്റവാളിയായി കണ്ട് അതിനകത്ത് പിടിച്ചിടുമ്പോഴും ഞാൻ അതിനകത്ത് കിടക്കുന്ന ഫോട്ടോ പബ്ലിഷ് ചെയ്യാൻ ഇവിടെ ആർക്കും അവകാശമില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫോട്ടോ എടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല. പക്ഷേ ഒരു നടൻ വിളിച്ചു പറഞ്ഞപ്പോഴേക്കും പുള്ളി ഇപ്പോൾ എവിടെയാണെന്നുള്ളത് ആർക്കും അറിയില്ല. പുള്ളിയുടെ പേരിൽ കേസുണ്ട്. പക്ഷേ നമ്മൾ ഈ മേൽപ്പറഞ്ഞ സംഘടനകൾ വരെ അദ്ദേഹത്തിനെ അടക്കം വിളിച്ചിരുത്തി ആഘോഷിക്കുന്ന വീഡിയോസും പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഒരു അഭിനേത്രി അവർക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു നടപടിയില്ല. ഇനി വിൻസിയുടെ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയ, അഭിമാനം തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് അവർ ആ ജോലിയെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. നിനക്ക് സിനിമയില്ലല്ലോ, അല്ലെങ്കിൽ സിനിമയിൽ അവസരം കുറഞ്ഞു പോകുന്നത് ഇതുകൊണ്ടാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് എന്നൊക്കെ പറയുന്ന സബ്സ്റ്റാൻഡേർഡ് കമൻറ്റുകൾക്കൊക്കെ അവർ കൊടുത്തൊരു മറുപടിയാണ്. ഇന്ന് അവർക്ക് ഏത് സിനിമ ചൂസ് ചെയ്യണം എന്നല്ല, ചൂസ് ചെയ്യാൻ വേണ്ടി സിനിമ വന്നിരുന്നെങ്കിൽ എന്നവർ ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ്. അവസരങ്ങൾ വളരെ കുറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്താണ്. പക്ഷേ ആ യാഥാർത്ഥ്യത്തിനെ അങ്ങനെ തന്നെ ഉൾക്കൊള്ളാനും തുറന്നു പറയാനും അവർക്ക് യാതൊരു മടിയുമില്ല എന്നുള്ളതാണ്. അതായത് അവരിഷ്ടമുള്ള ഒരു ജോലി, അവരതിൻ്റെ പുറകെ പോയി അവിടെ അത്യാവശ്യം നേട്ടങ്ങളൊക്കെ കൈവരിച്ചു. ഇനി അതേ ഉള്ളൂ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞല്ല അവരതിനെ നോക്കിക്കാണുന്നത്. അതിലിനിയും തുടർന്ന് പോകാനുള്ള തനിക്കറിയാവുന്ന വഴികളൊക്കെ അവർ ഉപയോഗിക്കും. അവരുടെ അഭിനയത്തെ തേച്ച് മിനുക്കുമായിരിക്കും. അവർക്ക് വരുന്ന നല്ല പ്രൊജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് അവർ കാത്തിരിക്കുമായിരിക്കും. അതല്ലാതെയും ജീവിതത്തിൽ സന്തോഷം തരുന്ന, ജീവിതത്തിൽ ഒരുപാട് വളർച്ചയ്ക്ക് സാധ്യതയുള്ള കാര്യങ്ങളുണ്ട്, മേഖലകളുണ്ട് എന്നൊക്കെയുള്ള അവരുടെ തിരിച്ചറിവും അതിനെക്കുറിച്ചുള്ള അവരുടെ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള സംസാരവും സത്യം പറഞ്ഞാൽ എനിക്കും അഭിമാനം തോന്നി. കുറച്ച് നാളുകൾക്ക് മുമ്പ് എനിക്കും യൂട്യൂബിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഉണ്ണി നിങ്ങളുടെ കാലം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയും കുറേ കമൻറ്റുകളൊക്കെ അത് ഈ പറയുന്ന വ്യൂസൊക്കെ വെച്ച് കമ്പയർ ചെയ്തിട്ടുള്ള ഒരു ഡയലോഗാണ്. നമ്മളൊരു കാര്യം ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന സമയത്ത്, ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യം മാത്രമല്ല, ഇവിടെ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാകുമ്പോൾ അയ്യോ ജീവിതം തകർന്നു പോയി എന്ന് വിചാരിക്കേണ്ട ഒരു മാനസികാവസ്ഥയിലല്ല എല്ലാവരും എല്ലാ തൊഴിൽ മേഖലയിലും നിൽക്കുന്നത്. മുമ്പൊരു അഭിനേതാവ് സംവിധായകനോട് ഞാൻ ചോദിച്ചു, ഒരുപാട് അവരുടെ സിനിമ മോശമാണെന്നുള്ള രീതിയിൽ ഒരുപാട് അറ്റാക്കും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചത് നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്നില്ലേ? അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, ഉണ്ണി ഞാൻ സിനിമ ചെയ്യുന്നത് എൻ്റെ ജോലിയായിട്ടാണ്. ആ ജോലി സമയത്ത് ഞാൻ കൃത്യമായി എനിക്ക് ചെയ്യാവുന്ന മുഴുവൻ ആത്മാർത്ഥതയും കൊടുത്താണ് ഞാൻ ആ ജോലി ചെയ്യുന്നത്. ആ സിനിമയുടെ ഔട്ട്പുട്ട് തിയേറ്ററിന് വേണ്ടിയാണ് ഡിസൈൻ ചെയ്തത്, തിയേറ്ററിൽ വർക്കായിട്ടുണ്ട്. അതിനുശേഷം വരുന്ന തെറിവിളികളും പ്രശ്നങ്ങളും ഒന്നും എന്നെ ബാധിക്കില്ല. കാരണം എനിക്ക് എന്നെ സ്നേഹിക്കുന്ന ഒരു കുടുംബമുണ്ട്. എൻ്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ആ കുടുംബത്തിലേക്ക് കയറി കഴിയുമ്പോൾ എനിക്ക് ഈ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടുത്തെ സംഭവം എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താനുള്ള എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമ്മൾ ഈ പറയുന്ന കമൻറ്റോളികളുടെ പ്രശ്നം അതാണ്. ഒരു ഓഫീസിലോ അല്ലെങ്കിൽ ഒരു കോഴ്സ് ചെയ്യായിരിക്കും ചിലപ്പോൾ കൂട്ടുകാരുടെ ഇടയിൽ, ഇവിടെ ഒന്നും അംഗീകാരങ്ങൾ കിട്ടുന്നില്ല. അവസാനം വീട്ടിൽ വന്ന് ഫ്രസ്ട്രേറ്റഡ് ആയി ഫോൺ എടുക്കുമ്പോൾ വേറെയും കുറേ ആളുകൾ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു, എല്ലാത്തിനും കയറി കമൻറ്റ് ഇടുക എന്ന് പറയുന്നതിനപ്പുറത്ത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. നിങ്ങൾക്കുണ്ടോ അങ്ങനെ ഒരു കാര്യം? വിൻസി പറയുന്നു വിൻസിക്ക് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ഇനിയും വർക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടെന്നുള്ളൊരു തിരിച്ചറിവ് അവർക്കുണ്ട്. അവരൊരു അഭിനേത്രി എന്നുള്ള നിലയ്ക്ക് ഇനി വലിയ നേട്ടങ്ങൾ കൈവരിക്കുമോ അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അവരൊരിക്കലും ജീവിതത്തിൽ പരാജയപ്പെടില്ല എന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ് അവിടെയുണ്ട്. ആ കോൺഫിഡൻസ് ഒക്കെ ഒരാൾ പ്രകടിപ്പിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു അഭിമാനം തോന്നും. നിങ്ങൾക്കത് തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കൂ. നേരത്തെ നമ്മൾ പറഞ്ഞ മെൻ്റൽ ഹെൽത്ത് കെയർ പ്രൊവൈഡർമാരെ കുറിച്ച് ആലോചിക്കും. പിന്നെ അവർ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. വിൻസി അലോഷ്യസ് ലഹരി ഉപയോഗിക്കുന്ന അഭിനേതാക്കളോടൊപ്പം അഭിനയിക്കില്ല എന്ന് പറയുമ്പോൾ അതിനെ തെറിവിളിക്കുന്ന, പിന്നെ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ പോയി തെറിവിളിക്കുന്ന, ആ തീരുമാനത്തിനെ കുറച്ച് കാണുന്ന, ആ തീരുമാനത്തിനെ ക്യാൻസൽ ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾ ഇൻഡയറക്ട്ലി എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ലഹരി ഉപയോഗിക്കുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം, അതിപ്പോൾ എന്താ കുഴപ്പം എന്നൊക്കെ ചോദിച്ച് നടക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ ഒരാൾ വളരെ സ്ട്രോങ് ആയ ഒരു നിലപാടെടുക്കുമ്പോൾ ലഹരി ഉപയോഗിക്കുന്നതൊക്കെ സന്തോഷമാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്
ഇങ്ങനെ കുറേ കമൻറ്റുകൾ എക്കത്തിൻ്റെ അഡ്രസ്സ് എടുത്ത് പൊക്കി ഇവരുടെയൊക്കെ മാനസികാവസ്ഥ എന്താണ് എന്ന് ചെക്ക് ചെയ്യാൻ ഇല്ല. എക്സൈസിനോടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എത്രയെന്ന് പറഞ്ഞിട്ടാണ്. അത് ഏതൊക്കെ നാടുകളിൽ പെട്ട് കിടക്കുന്ന മലയാളികളാണ് ഈ കമൻറ്റ് ഇടുന്നതെന്ന് അറിയാം. നിലപാടെടുക്കാൻ ഒരു സെലിബ്രിറ്റി ആവണ്ട എന്നവർ അത്രയും സ്ട്രോങ് ആയി പറയുമ്പോൾ യെസ്, നിങ്ങളൊരു വൻ പോപ്പുലർ ഫിഗറോ ഒരുപാട് പേര് അംഗീകരിക്കുന്ന ഒരാളോ ഒന്നും ആവണമെന്നില്ല. നിങ്ങളുടെ ജീവിതത്തിലൊരു നിലപാടുണ്ടാവുക എന്നുള്ളത്, ആ നിലപാടിനോട് ഉറച്ച് ജീവിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ ഭാഗ്യമാണ്. ആൻഡ് ഓഫ് കോഴ്സ് അവർ മുന്നോട്ട് വെക്കുന്ന ഒരു വലിയ ചോദ്യം, ആൽക്കഹോളും സിഗരറ്റും അടക്കം എല്ലാം ലഹരി തന്നെയാണ്. സിന്തറ്റിക് ഡ്രഗിനെ കുറിച്ചൊരു ചർച്ച നടക്കുന്നു എന്നുള്ളതുകൊണ്ട് അതുമാത്രമാണ് ലഹരി പ്രശ്നമാവുന്നത് എന്നില്ലല്ലോ. ആൽക്കഹോളും സിഗരറ്റും എല്ലാം ലഹരിയാണ്. അതെല്ലാം തകർക്കുന്ന ഒരുപാട് കുടുംബജീവിതങ്ങളുണ്ട്. അതിൽ സെലക്റ്റീവായി പ്രതികരിക്കുന്ന കുറേ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. മീഡിയയും ഒരു പരിധിവരെ ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൽക്കഹോൾ എന്ന് പറയുന്നത് എത്രയോ കാലങ്ങൾ കൊണ്ട് നമ്മുടെ ശീലങ്ങളുടെ, നമ്മുടെ സംസ്കാരത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള, അതായത് ഇന്ന ഫംഗ്ഷനുകൾ ഉണ്ടാകുമ്പോൾ 2 എണ്ണം അടിക്കുക എന്ന് പറയുന്ന പോലത്തെ കുറേ ശീലങ്ങളുണ്ട്. ആ ശീലങ്ങളിൽ മാറ്റം വരാൻ കുറച്ചധികം സമയമെടുക്കും. സമയം എടുക്കുകയാണെങ്കിൽ പോലും അതിലൊരു മാറ്റം വരാനുള്ള ശ്രമങ്ങളുണ്ടാവണം. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഏത് ജില്ലയാണ് ഏറ്റവും കൂടുതൽ മദ്യപിച്ച് തീർത്തത് എന്ന് പറയുന്ന കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. അതിനൊരു മാറ്റം ഉണ്ടാവണം. മദ്യനയത്തിൽ കൃത്യമായ കാതലായ മാറ്റങ്ങൾ ഉണ്ടാവണം. അതിന് നമ്മുടെ സൊസൈറ്റിയിൽ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന ആളുകൾ സിനിമ ഡയലോഗുകൾ പറഞ്ഞ് ക്യാമ്പയിൻ നടത്തിയിട്ട് കാര്യമില്ല. ശക്തമായ നിലപാടുകൾ എടുക്കണം. ആ നിലപാടുകൾ അവരുടെ കൂടി തൊഴിലിടങ്ങളിൽ പ്രതിഫലിക്കണം. അതെല്ലായിടത്തേക്കും വ്യാപിക്കണം. വിൻസി അലോഷ്യസിൻ്റെ നിലപാട് അതൊരു തുടക്കം മാത്രമാവുകയാണെങ്കിൽ എനിക്ക് വലിയ സന്തോഷമാണ്. ഇതൊരു ഒടുക്കമായി പോകരുത്. ഇതിനങ്ങ് ഒതുക്കി തീർക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന കമൻസ് ആണെങ്കിലും മറ്റ് ആക്രമണങ്ങളാണെങ്കിലും നടക്കുന്നത്. സത്യത്തിൽ ഇതൊരു തുടക്കമാവുകയാണ് വേണ്ടത്. അവർ വാങ്ങിയതുപോലുള്ള പുരസ്കാരങ്ങൾ വീട്ടിൽ ഒരുപാട് വാങ്ങിച്ചു വെച്ചിട്ടുള്ള ഒരുപാട് സൂപ്പർ താരങ്ങളുണ്ട്. അവർ നിലപാടുകൾ എടുക്കാൻ മുന്നോട്ട് വരികയായിരുന്നെങ്കിൽ അതൊരു വലിയ മാറ്റത്തിന് തുടക്കമായേനെ. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾ വിൻസിയുടെ എക്സ്പ്ലനേഷൻ വീഡിയോ കാണണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അത് വീഡിയോൻ്റെ ശേഷം ഇനി അങ്ങോട്ട് ഞാൻ അറ്റാച്ച് ചെയ്യുന്നുണ്ട്, ശ്രദ്ധിച്ച് കാണുക. അവരെടുത്ത നിലപാടുകളുടെ പേരിൽ അവർ ആക്രമിക്കപ്പെടുക എന്നുള്ളത് മലയാളി എന്നുള്ള അവസ്ഥയിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ പരാജയമാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടായെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം പരിഗണിക്കാം. താങ്ക് യു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ആദ്യമേ തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്തിനാണ് എന്ന് വ്യക്തമാക്കിയിട്ട് ബാക്കി സംസാരിക്കാം. അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാനൊരു പ്രോഗ്രാം, ലഹരി വിരുദ്ധ ക്യാമ്പയിൻ മുൻനിർത്തിക്കൊണ്ട് നടത്തപ്പെടുന്ന ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും അവിടെ സംസാരിക്കുന്നതിനിടയിൽ ഒരു പ്രസ്താവന ഞാൻ പറയുകയും ചെയ്തിരുന്നു. അതായത് പ്രസ്താവന ഇങ്ങനെയായിരുന്നു: എൻ്റെ അറിവിൽ ലഹരി ഉപയോഗിക്കുന്നവരുമായി ഞാനിനി സിനിമ ചെയ്യില്ല എന്നുള്ളതായിരുന്നു ആ പ്രസ്താവന. ലഹരി ഉപയോഗിക്കുന്ന ആരുമായിട്ടും ഞാൻ സിനിമ ചെയ്യാൻ, എനിക്ക് എൻ്റെ അറിവിൽ ലഹരി ഉപയോഗിക്കുന്നവരാണ് എന്ന് അറിഞ്ഞവരായിട്ട് ഞാനൊരു സിനിമ ഇനി ചെയ്യില്ല എന്ന് ഞാൻ. അപ്പം ഇത് കുറച്ച് റീസെൻ്റ് ആയിട്ട് കുറേ പേര് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോസ്റ്റുകൾ, പല മീഡിയാസിലും അത് ആ ഒരു പറഞ്ഞതിനെ വെച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ എനിക്ക് ഷെയർ ചെയ്ത് തന്നപ്പോൾ അതിൻ്റെ കമൻറ്റ് സെക്ഷൻ വായിച്ചപ്പോൾ ഐ ഫെൽറ്റ് ഐ ഷുഡ് ക്ലിയർ ഫ്യൂ തിങ്സ്. അതായത് എന്തുകൊണ്ട് ഞാൻ ആ പ്രസ്താവന ഞാൻ അവിടെ അങ്ങനെ പറഞ്ഞെന്നും അങ്ങനെ ഒരു പ്രസ്താവന എടുക്കാനുണ്ടായ കാരണങ്ങളും അതുപോലെ എൻ്റെ നിലപാടുകൾ അല്ലെങ്കിൽ എനിക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളതും വ്യക്തമാക്കണം എന്നുള്ള തോന്നലിൻ്റെ പുറത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ പോസ്റ്റുകളുടെയൊക്കെ കമൻറ്റ് സെക്ഷൻ വായിച്ചപ്പോഴാണ് പലതരത്തിലുള്ള പേഴ്സ്പെക്റ്റീവാണ് ആളുകൾക്ക് ഈ ഒരു പ്രസ്താവനയോട് ഉള്ളത് എന്ന് എനിക്ക് മനസ്സിലായത്. വ്യക്തമായി അതിൻ്റെ കാരണം പറഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് പല കഥകൾ ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഐ വിൽ മേക്ക് ഇറ്റ് ക്ലിയർ. അതായത് ഞാനൊരു സിനിമയുടെ ഭാഗമായപ്പോൾ അതിലെ ആർട്ടിസ്റ്റ്, ആ സിനിമ ഹോൾഡ് ചെയ്യുന്ന വൺ ഓഫ് ദ മെയിൻ ആർട്ടിസ്റ്റ്, ആ ആർട്ടിസ്റ്റിൽ നിന്നും കിട്ടിയ എക്സ്പീരിയൻസ്, അദ്ദേഹം ഇത് ഉപയോഗിച്ച് മോശമായ രീതിയിൽ പറഞ്ഞാലും മനസ്സിലാവാത്ത രീതിയിൽ പെരുമാറിയപ്പോൾ എന്നോടും എൻ്റെ സഹപ്രവർത്തകയോടും, അതായത് മോശമെന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര, ഫോർ എക്സാമ്പിൾ എൻ്റെ ഡ്രസ്സിനൊരു പ്രശ്നം വന്നപ്പം ഞാനത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഞാനും കൂടി വരാം, ഞാൻ വേണമെങ്കിൽ റെഡിയാക്കി തരാം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള, അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച്
പറയുന്ന രീതിയിലുള്ള തരത്തിലുള്ള പെരുമാറ്റവും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സഹകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വേറൊരു ഇൻസിഡൻറ്റ് പറയുകയാണെങ്കിൽ, വെൻ ഐ എം ഒരു ഷോട്ടിൻ്റെ ഇടയിൽ, ഷോട്ടിന്നല്ല, ഒരു നമ്മൾ സീൻ പ്രാക്ടീസിങ്ങിൻ്റെ ഇടയിൽ സ്പിറ്റിംഗ് സം കൈൻഡ് ഓഫ് വൈറ്റ് പൗഡേഴ്സ് ഓൺ ടു ദ ടേബിൾ. സോ ഭയങ്കര എവിഡൻ്റാണ് ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത്, സിനിമ സെറ്റിൽ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത്. പേഴ്സണൽ ലൈഫിൽ ഉപയോഗിക്കാതിരിക്കുക, അതിൻ്റെ ദൂഷ്യഫലങ്ങൾ ഒക്കെ ഇറ്റ്സ് അനദർ പാർട്ട്. ആൻഡ് സിനിമ സെറ്റിൽ ഉപയോഗിച്ച് അതൊരു ന്യൂയിസൻസായി മാറുമ്പോൾ, മറ്റുള്ളവർക്ക് ഒരു ന്യൂയിസൻസായി മാറുമ്പോൾ ഇറ്റ്സ് നോട്ട് ഈസി ടു വർക്ക് വിത്ത്. എനിക്കങ്ങനെ വർക്ക് ചെയ്യണമെന്ന് താല്പര്യമില്ല. എനിക്ക് അങ്ങനത്തെ ആളുകളുടെ കൂടെ അത്രയും ബോധം ഇല്ലാത്ത ഒരാളുടെ കൂടെ വർക്ക് ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമില്ല. സോ ഫ്രം മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ എടുക്കുന്ന തീരുമാനമാണത്. ആൻഡ് ഈ അൺകംഫർട്ടബിൾ ആയത് സെറ്റിൽ എല്ലാവരും അറിയുകയും ഡയറക്ടർ പോയി സംസാരിക്കുകയും എല്ലാവരും മെയിൻ ആർട്ടിസ്റ്റായിട്ട് സെലക്ട് ചെയ്ത് അവർക്ക് എങ്ങനെയെങ്കിലും ആ സിനിമ തീർക്കണമല്ലോ, ആ ഒരു നിസ്സഹായാവസ്ഥയും കൂടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ വച്ച് ആ സിനിമ തീർക്കേണ്ടി വരുന്ന ഒരു നിസ്സഹായാവസ്ഥയും കൂടെ എല്ലാവരുടെയും, ആ ഡയറക്ടറിൻ്റെയും ടീമിൻ്റെയും എല്ലാവരും എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആകുമ്പോൾ എല്ലാവരും പ്ലീസ് 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 എന്ന് പറഞ്ഞിട്ട് എന്നെ കംഫർട്ടാക്കിയത് കൊണ്ട് മാത്രമാണ് ഞാൻ അതിൻ്റെ മുന്നോട്ട് പോയത്. ആൻഡ് എനിക്ക് വളരെ ഫ്യൂ ഡേയ്സും കൂടിയാണ് അതിലുണ്ടായിട്ടുള്ളൂ. അപ്പം എങ്ങനെയൊക്കെയോ കടിച്ചു പിടിച്ച് ഞാൻ തീർത്തൊരു സിനിമയാണ്. ആൻഡ് ഇറ്റ്സ് എ ഗുഡ് മൂവി, ബട്ട് ദ എക്സ്പീരിയൻസ് ഫ്രം ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ എനിക്ക് ഓക്കെ ആയില്ല. അതിൻ്റെ പേരിലാണ് ഞാൻ ആ തീരുമാനം എടുക്കുന്നത്. ഇനി ഈ പോസ്റ്റുകളുടെയൊക്കെ കമൻറ്റ് സെക്ഷനിലോട്ട് വരാം. ഈ ഒരു നിലപാട് എടുത്തതിനെ തുടർന്ന് ഓരോരോ വ്യാഖ്യാനങ്ങളാണ് ആളുകളുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. ഇതിനെ നല്ല രീതിയിലെടുത്ത് നല്ല രീതിയിൽ അതിനെ കൺസീവ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി മറ്റൊരു വിഭാഗക്കാരുണ്ടാവല്ലോ, എന്തിനേയും കളിയാക്കി കാണുന്ന, അല്ലെങ്കിൽ എന്തിനേയും ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി മാത്രം നിൽക്കുന്ന അവരോടുള്ള മറുപടിയാണിത്. അതിന് നിനക്കെവിടെയാ സിനിമ? നീ എന്താ സൂപ്പർ സ്റ്റാർ ആണോ ഇങ്ങനെ നിലപാടുകൾ എടുക്കാനായിട്ട്? സിനിമയില്ലാത്തത് കൊണ്ട് ഈ കാരണവും പറഞ്ഞ് സിനിമയിൽ നിന്ന് പുറത്തായി എന്ന് വരുത്തി തീർക്കാനുള്ള നിൻ്റെ ബുദ്ധിയല്ലേ ഇത് എന്നൊക്കെയുള്ളതിന് എനിക്കെവിടെ സിനിമ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. സിനിമ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ദാറ്റ്സ് ഞാനല്ലേ അനുഭവിക്കണ്ടേ. എനിക്ക് സിനിമയില്ലെങ്കിൽ ആ വിഷമം ഞാനല്ലേ തീർക്കണ്ടേ. സിനിമയില്ലെങ്കിൽ സിനിമയില്ല, ഞാനിപ്പോൾ സിനിമയിൽ ഇല്ല, എനിക്ക് സിനിമയിൽ അവസരം കുറവാണ് എന്ന് പറയാനുള്ള മനോധൈര്യം, മനക്കട്ടി ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ. ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. റീസെൻ്റ്ലി ക്യൂ സ്റ്റുഡിയോയിൽ കൊടുത്ത ഇൻ്റർവ്യൂവിൽ ഞാൻ പറയുന്നുണ്ട്, എനിക്ക് ഒരവസരമെങ്കിലും വന്നിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ഒരു നിമിഷമാണ് ഇപ്പോൾ. ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു സിനിമകൾ എനിക്ക് ചെയ്യാൻ അവസരമില്ലാതെ ഇരിക്കുന്ന സമയമാണ് എന്ന് വ്യക്തമായി പറയാനുള്ള മനക്കട്ടിയുള്ള ഒരാളാണ്. നിൽക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് ചൂസ് ചെയ്യാൻ ഒരു സിനിമ വന്നിരുന്നെങ്കിൽ ഒരു അത്തരത്തിലുള്ള ഇൻസെക്യൂരിറ്റി ഒന്നും ഇങ്ങനെ ഒരു കാരണം കാണിച്ചുകൊണ്ട് മറക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഇനി സിനിമയെ ഞാൻ സമീപിക്കുന്ന രീതി കൂടെ വ്യക്തമാക്കാം. സിനിമയാണ് എൻ്റെ ജീവിതം, സിനിമ ഇല്ലെങ്കിൽ എനിക്കൊരു ലൈഫില്ല എന്ന് കരുതുന്ന ഒരു മൈൻഡ് സെറ്റ് അല്ല എനിക്ക്. സിനിമ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. എനിക്ക് അതിൽ പണിയെടുക്കാൻ ഇഷ്ടമാണ്. ഐ ലവ് സിനിമ, ഐ ലവ് ആക്ടിങ്. ആൻഡ് എവിടെ നിന്നാണ് ഞാൻ വന്നതെന്നും എവിടെ എത്തി നിൽക്കുന്നതെന്നും ഇനി മുന്നോട്ട് എങ്ങനെ പോകണമെന്നും വ്യക്തമായ ധാരണയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ജേർണി ഓൾമോസ്റ്റ് എന്നെ ഫോളോ ചെയ്യുന്നവർക്കും എൻ്റെ ഒരു ജേർണി അറിയാവുന്നവർക്കും അറിയാലോ. അവസരങ്ങൾ കൂടെ അതൊരു പ്രധാന ഭാഗമാണ്. അവസരങ്ങൾ കൂടെ കിട്ടുക എന്നുള്ളത് അതിലൊരു പ്രധാന ഭാഗമാണ്. ആൻഡ് എനിക്ക് ഈ ഒരു സിനിമ എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിനോട് ചേർത്ത് കുറേ കാലം മുന്നോട്ട് പോകാനുള്ളൊരു ആഗ്രഹമാണ്. ആ ഹോപ്പിൽ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഇഫ് ദാറ്റ്സ് നോട്ട് ഹാപ്പനിങ് ഓൾസോ ഐ ഹാവ് a lot of other areas to work on in my life. പിന്നെ സൂപ്പർ സ്റ്റാർ ആണോ ഇങ്ങനൊരു നിലപാട് എടുക്കാനായിട്ട് എന്നുള്ളവരോടുള്ള മറുപടി, സൂപ്പർ സ്റ്റാർ ആണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും ഒരു നിലപാട് ഒരു വ്യക്തി എടുക്കുന്നുണ്ടെങ്കിൽ അത് നിലപാട് തന്നെയാണ്. അത് ചിന്തിക്കാനുള്ള ബോധം ഈ കമൻറ്റ് ഇടുന്നവർക്ക് ഉണ്ടാവണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.
ഇനി ഇങ്ങനെ ഒരു പ്രസ്താവന ഒരു വ്യക്തി ആയിക്കോട്ടെ, ഒരു സാധാരണക്കാരനായിക്കോട്ടെ, ഒരു സൂപ്പർ സ്റ്റാർ ആയിക്കോട്ടെ, ഒരു ബഡ്ഡിങ് ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, അങ്ങനെ ഒരാൾ ഒരു നിലപാടെടുക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് ഇല്ലാതെ അതിനെ ക്രിട്ടിസൈസ് ചെയ്യാനും അതിനെ കളിയാക്കാനും ഒക്കെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവുമ്പോൾ യു ഗൈസ് നീഡ് ടു തിങ്ക് യു ആർ ഇൻഡയറക്ട്ലി സപ്പോർട്ടിങ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ചില വ്യക്തികളുണ്ടല്ലോ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ, അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ഈ പ്രസ്താവന എടുത്തു എന്നതിന് പിന്നിലുള്ള ആളുകളുണ്ടല്ലോ. വളരെ വ്യക്തമായിട്ട് പലർക്കും പല രീതിയിലും പല സ്ഥലത്തും അവർ തന്നെ പറഞ്ഞു പോകുന്നുണ്ട് അവരത് ഉപയോഗിക്കുന്നവരാണെന്നുള്ളത്. അപ്പം അങ്ങനെ പേഴ്സണൽ ലൈഫിൽ അവരെന്തും ചെയ്തോട്ടെ, ദാറ്റ്സ് നോൺ ഓഫ് മൈ ബിസിനസ്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു പബ്ലിക് നോയ്സൻസ്, അവിടെയാണല്ലോ എല്ലാത്തിൻ്റെയും പ്രശ്നം തുടങ്ങുന്നത്. മറ്റുള്ളവർക്ക് ഉപദ്രവമായി മാറുമ്പോഴാണല്ലോ ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. സോ അങ്ങനെ വരുന്നവർക്ക് നിങ്ങൾ കൊടുക്കുന്ന ഒരു ഇൻഡയറക്റ്റ് സപ്പോർട്ടാണ് എനിക്ക് ആ കമൻറ്റ് ബോക്സിൽ കാണാൻ പറ്റുന്നത്. ഒരു ഇൻഡയറക്റ്റ് സപ്പോർട്ട്. അവരെ പോലെയുള്ളവർക്ക് സിനിമകളുണ്ട്, ഇപ്പോഴും അവരെ വെച്ച് സിനിമ ചെയ്യാൻ ആൾക്കാരുണ്ട്. Why that's happening? Because there are people to support their behavior, their things. അവരതൊക്കെ ചെയ്യുന്നത് അവർക്ക് എൻ്റർടൈൻമെൻ്റ് ആണ്, കൈൻഡ് ഓഫ് ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. അവസാനമായിട്ട് ഇനി ഈ ഒരു പോസ്റ്റ് ഇറങ്ങിയപ്പം ഒത്തിരി ചാനൽസ് എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു ഫോർ എ ലോട്ട് ഓഫ് ഇൻ്റർവ്യൂസ് ആൻഡ് ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിനെ പറ്റി ബൈറ്റ്സ് കൊടുക്കാനൊക്കെ ആയിട്ട്. അവിടെ ഞാൻ ആർക്കും അത് കൊടുത്തിട്ടില്ല. കാരണം കൂടെ ഞാൻ വ്യക്തമാക്കാം. ഇത് പറയുന്നതിന് മുന്നേ ഒരു കാര്യം വളരെ വ്യക്തമാക്കിക്കൊണ്ടാണ് ഞാനിത് പറയുന്നത്. അതായത് എൻ്റെ ജീവിതത്തിൽ ആൽക്കഹോൾ, സിഗരറ്റ്, ഡ്രഗ്സ് അങ്ങനെ എൻ്റെ മൈൻഡിനെയോ എൻ്റെ ഹെൽത്തിനെയോ എഫക്റ്റ് ചെയ്യുന്ന ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് അത്രയും ഉറപ്പിച്ച് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തിട്ടാണ് ഞാൻ അന്ന് തൊട്ടേ, അല്ലെങ്കിൽ കുറേ കാലങ്ങൾക്ക് മുന്നേ എടുത്തൊരു ഡിസിഷനാണ്. എടുത്തതിന് ശേഷം മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഓരോന്ന് പറയുന്നുള്ളൂ. ഇനി ഒരു ബൈറ്റ് കൊടുക്കണം എന്ന് എല്ലാ മീഡിയാസും പറയുമ്പോൾ, അല്ലെങ്കിൽ എല്ലാ ചാനൽസും പറയുമ്പോൾ ഞാൻ അവർക്കൊരു ബൈറ്റ് കൊടുക്കാനോ ഒന്നിനും ഞാൻ നിൽക്കാത്തത്. എൻ്റെ മൈൻഡിൽ ഇത് കുറേ പേര് എന്നോട് കമൻറ്റ് സെക്ഷനിലും ചോദിച്ചൊരു കാര്യമാണ്. ലഹരി എന്ന് പറയുമ്പോൾ സിന്തറ്റിക് തിങ്സ് മാത്രമേ പെടുത്തുള്ളൂ. അതായത് MDMA, കൊക്കെയിൻ, കഞ്ച, ഇങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ പെടുത്തുള്ളൂ. നോ, റൈറ്റ്? അതിൽ ഈ ആൽക്കഹോളും കൂടെ പെടില്ലേ? പക്ഷെ നമ്മളിങ്ങനത്തെ ക്യാമ്പയിൻസ് ഒക്കെ നടക്കുമ്പം, അല്ലെങ്കിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ, എല്ലാവരും ഈ സിന്തറ്റിക്സിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. കള്ളിൻ്റെ കാര്യത്തിൽ കള്ളിനോട് മാറ്റി വയ്ക്കാം സൈഡിൽ, അല്ലേ? ബിക്കോസ് അതിന് വാങ്ങാനും വിൽക്കാനും ഒക്കെ അനുമതിയുണ്ട്. അതിനെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങളെ മാത്രം പിടിക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് അല്ലേ? അങ്ങനത്തെ ക്യാമ്പയിനുകളുടെ ഭാഗമാവാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങനത്തെ ബൈറ്റ്സ് കൊടുക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. ഇപ്പം മദ്യവും ഉപയോഗിച്ചും ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ഒത്തിരി കുടുംബങ്ങൾ നശിക്കുന്നുണ്ട്. ഓൾസോ ദിസ് ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടും ഒത്തിരി പ്രശ്നങ്ങളും ഒത്തിരി കുടുംബങ്ങളും നശിക്കുന്നുണ്ട്. സോ എടുക്കുമ്പം എല്ലാതും ഒരുമിച്ച് കൂട്ടിയല്ലോ ഒരു തീരുമാനം എടുക്കേണ്ട, അല്ലെങ്കിൽ ഒരു യത്നത്തിന് നമ്മൾ മുന്നോട്ട് പോകുമ്പം ഒരുമിച്ച് എല്ലാതും ഈക്വൽ അല്ലേ? പക്ഷെ ഇവിടെ ഇത് മാറ്റി വയ്ക്കുക, ഇതിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതൊരു നല്ലൊരു എനിക്ക് പേഴ്സണലി അതത്ര ഓക്കെ ആയിട്ട് തോന്നിയിട്ടില്ല. ആൻഡ് ഐ സ്ട്രോങ്ലി കുറേ മുന്നേ എടുത്തൊരു ഡിസിഷനാണ്. ഇതിൽ ഒരൊറ്റ സാധനം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നും അത് ഉപയോഗിക്കുന്നവർ, അതിൽ ആൽക്കഹോൾ ആയാൽ പോലും ഒരു സിഗരറ്റ് ആയാൽ പോലും ഉപയോഗിക്കുന്നവർ എൻ്റെ പേഴ്സണൽ സർക്കിൾ ഉണ്ടാവുമല്ലോ, അതിലോട്ട് ഞാൻ അടുപ്പിക്കത്തില്ല എന്നുള്ളതും ഞാനെടുത്ത തീരുമാനമാണ്. ഈ തീരുമാനം ആരെയും ബുദ്ധിമുട്ടിപ്പിക്കില്ല, ആർക്കും ഒരു ബുദ്ധിമുട്ടാവില്ല എന്നുള്ളത് വ്യക്തമായ ബോധമുണ്ട് എനിക്ക്. ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാനും തയ്യാറല്ല. സോ
ഇതാണ് എൻ്റെ നിലപാട്. എനിക്ക് പറയാനുള്ളത് ഞാൻ വ്യക്തമാക്കുകയാണ്. ഇനി ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെയാണ് കമൻറ്റ് വരുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. താങ്ക് യു.